ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു. അത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എത്ര ഭാഗങ്ങളാ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോ എത്ര ഭാഗങ്ങളായിട്ടാണ് ഉണ്ടാക്കിയത്? വചനത്തിൽ അതെവിടെയാ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതെന്നൊന്ന് ഒന്ന് പഠിപ്പിക്കാമോ? തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് ചിന്തിച്ചതാണ്. എന്നാൽ ഞാനതൊന്നും കൂടി വചനത്തിൽ നിന്ന് കാണിക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ സൃഷ്ടി പഠിക്കുമ്പോഴേക്കും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തില് 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോ ദൈവത്തിന്റെ സൃഷ്ടി ആദ്യം നമ്മൾ കാണുമ്പോഴേക്കും ദൈവത്തിന്റെ സ്വരൂപത്തില് ദൈവത്തിന്റെ സാദൃശ്യത്തില് ഉണ്ടാക്കിയൊരു മനുഷ്യൻ. ആ മനുഷ്യനാണ് നമ്മുടെ ആത്മ മനുഷ്യൻ. ആ ആത്മ മനുഷ്യനോടാണ് ദൈവം വാഴുവാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും നമ്മുടെ സെൽഫ് എഫേർട്ടിലാണ്, നമ്മുടെ കഴിവില്, നമ്മുടെ മിടുക്കിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ സൃഷ്ടിയുടെ ഓർഡർ നമ്മൾ പഠിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ പറഞ്ഞത് ആത്മമനുഷ്യൻ, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മമനുഷ്യനെ നമുക്ക് 1-ാം അധ്യായത്തില് 26-ാം വാക്യത്തിൽ കാണാം. എന്നാൽ ദ സ്പിരിറ്റ് ഓഫ് മാൻ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴേക്കും, യഹോവയ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു എന്ന് കാണുന്നു. അപ്പോ യഹോവയ ദൈവം നിലത്തെ പൊടികൊണ്ട് നിർമ്മിച്ച ഒരു ഭാഗം, ദാറ്റ്സ് അവർ ബോഡി, നമ്മുടെ ശരീരം മണ്ണുകൊണ്ടെടുത്തതാണ്, അത് മണ്ണിലേക്ക് തിരികെ ചേരുന്നതാണ്. ദൈവത്തിന്റെ ജീവശ്വാസം, യഹോവയ ദൈവത്തിന്റെ ജീവശ്വാസം ഊതിയ ഒരു സോളിഡ് ശരീരം, പ്രാണൻ. അപ്പോ നമുക്ക് ഈ 3 ഭാഗങ്ങൾ അവിടെ കൃത്യമായിട്ട് കാണാം. ദ സ്പിരിറ്റ്, ദെൻ ബോഡി ആൻഡ് ദ സോൾ. അപ്പോ നമ്മളത് പഠിക്കുമ്പോഴേക്കും ഈ സോളിഡ് സ്ഥലമാണ് നമ്മുടെ നടുക്ക് നിൽക്കുന്നത്. ദ സ്പിരിറ്റ് മാൻ ഇസ് അവർ ഇന്നർ മാൻ, ദ റിയൽ കോർ ഓഫ് ദ മാൻ. ദ സോളിഡ് സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വില്ല്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇച്ഛാശക്തി, ഇതെല്ലാം ആ സോളിഡ് സ്ഥലത്തിലാണ് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ ബോധം വരുത്തുന്ന സെൽഫ്, ഞാൻ എന്നെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ് ഈ സോളിഡ് സ്ഥലം. ബോഡി എപ്പോഴും ഈ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ മണ്ണിനോടായിരിക്കും ബോഡിക്കുള്ള ആഗ്രഹം. നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണം നമ്മൾ എടുത്തു നോക്കിയാലും അതിന്റെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ എർത്ത്. അപ്പൊ ബോഡിയിൽ നിന്ന് അത് വരുന്നത്, ഈ മണ്ണിൽ നിന്ന് അത് വരുന്നത്, അതാണ് നമ്മുടെ ശരീരം. ഓക്കെ, അപ്പൊ ഈ 3 ഭാഗങ്ങൾ നമ്മൾ ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ്, നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹം, ബോഡി, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. അപ്പൊ അതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, സൃഷ്ടിപ്പിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ കാര്യങ്ങൾ തന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്കൊരു വാക്യം കൂടി വായിച്ചാൽ കാണാൻ പറ്റും. 1 Thessalonians 5:23 നമ്മൾ എടുത്ത് വായിച്ചാല്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ പ്രത്യേകം ആ ഓർഡറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ആ ഓർഡറിൽ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം പാപം ചെയ്തപ്പോൾ ഈ ആത്മമനുഷ്യൻ ദൈവം മനുഷ്യനോടുള്ള കണക്ഷനാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം ജനിക്കുന്ന മാനവരാശിയിൽ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും അവരുടെ ആത്മാവ് ഒരു ഡോർമെന്റ് സ്റ്റേജിലായിരിക്കുന്നത്. ഒരു ഡോർമെന്റ് സ്റ്റേജിൽ, ഒരു കോമ സ്റ്റേജ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ദൈവമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പൊ ദൈവമായിട്ട് കണക്ഷൻ വരുന്നത് ഈ വചനത്താലും ആത്മാവിനാലും ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ മാത്രമേ ദൈവമായിട്ടുള്ള കണക്ഷൻ വരുന്നുള്ളൂ. അതുകൊണ്ട് ദൈവം ആത്മാവാവുന്നു എന്നുള്ള വാക്യങ്ങൾക്ക് നമുക്കറിയാലോ. അപ്പോൾ ആത്മാവെന്ന ദൈവമായിട്ടുള്ള കണക്ഷൻ നമ്മുടെ ആത്മമനുഷ്യനിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ മനുഷ്യർ അത് നമ്മുടെ സോളിഡ് വെള്ളത്തിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വന്തം എഫേർട്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും എല്ലാം ഇറ്റ്സ് നെവർ ഗോയിങ് ടു കണക്ട് വിത്ത് ഗാഡ്. അത് വീണ്ടും ജനിക്കാതെ ഒരിക്കലും ദൈവമായിട്ട് കണക്റ്റഡ് ആകുന്നില്ല.
അപ്പൊ അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തില് നിക്കോദോമസിനോട് സംസാരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാൻ സാധിക്കത്തില്ല, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധിക്കത്തില്ല. അപ്പോ ആ സ്റ്റോറിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ അവിടെ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നു. അപ്പോ ഒരാൾ വചനത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോൾ മാത്രമാണ് ദൈവമായിട്ട് റീകണക്റ്റഡ് ആകുന്നത്. ഇല്ലെങ്കിൽ കണക്ഷൻ ആവില്ല. നമുക്ക് എന്തും ചെയ്യാം, നമുക്ക് ചർച്ചയിൽ പോവാം, അമ്പലത്തിൽ പോവാം, പല കാര്യങ്ങൾ ചെയ്യാം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യാം. നോ, യു ആർ നോട്ട് ഗെറ്റ് കണക്റ്റഡ് വിത്ത് ഗാഡ്. കാരണം ഈ വീണ്ടും ജനനം സംഭവിക്കാതെ ദൈവമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് വരുന്നില്ല. അവിടെ നിന്ന് ക്രിസ്ത്യജീവിതം തുടങ്ങുന്നത് തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ ആൾക്കാർ അപ്പോൾ ഒരു സംശയം ചോദിക്കും, ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്ന വചനം എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനെല്ലാം വചനത്തിന് തന്നെ അടിസ്ഥാനമുണ്ട്. അപ്പൊ എല്ലാ സ്ഥലത്തും വെള്ളം വചനമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ഭാഗത്ത് പറയുമ്പോഴേക്കും നമുക്ക് വചനം വെച്ച് തന്നെ പ്രൂവ് ചെയ്യാം. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു. അതിന്റെ 14-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വരുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. അപ്പോ അത് നമുക്കറിയാം, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അത് പറയുന്നു. അപ്പോ വചനം ഉണ്ടായിരുന്നു, വചനം ജഡമായിട്ട് തീർന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്കറിയാം ഒരു മെസ്സിയാനിക് സാംസ് 22 അത് തുടങ്ങുന്നത് ഇങ്ങനെ തന്നെ, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വചനം അറിയാവുന്നവർക്ക് അത് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞൊരു വാക്യമാണ് അല്ലെ. അപ്പൊ ആ 22-ാം അധ്യായം മുഴുവനും കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ അല്ലെങ്കിൽ ഒരു ആഗ്നിയാ കാണിക്കുന്ന ചാപ്റ്റർ 22 അല്ല. അപ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില്, ഇതാ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വചനങ്ങളെല്ലാം കണക്ട് ചെയ്യുമ്പോഴേക്കും അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമായിട്ട് തീർന്നു. ആ ജഡമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് പറഞ്ഞു, ഇതാ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. യെസ്, ഐ ആം poured out like water. അപ്പോ വചനമാവുന്ന വെള്ളത്താല് വചനം ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേസമയം പ്രവർത്തിക്കും. അത് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന, ആഴത്തിന്മേതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും കൂടി ആ ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. വേർഡ് ആൻഡ് സ്പിരിറ്റ്, യെസ്, അതങ്ങനെ വരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. സെയിം തന്നെയാണ് വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോഴേക്കും കർത്താവ് ഇത് ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വചനം നമ്മളുടെ ഉള്ളത്തിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയാതെ തന്നെ നമ്മുടെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വീണ്ടും ജനനം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ കണക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവമായിട്ട് കണക്ഷൻ വരുന്നത്. പിന്നെയാണ് നമ്മുടെ പ്രാണന്റെ കാര്യങ്ങൾ, സാങ്ക്ടിഫിക്കേഷൻ, ദാറ്റ്സ് ദ ലൈഫ് ലോങ് പ്രോസസ്. കാരണം ദൈവത്തിന്റെ ശ്വാസത്താലാണ് നമുക്ക് പ്രാണൻ ഉണ്ടായത്. ഓക്കെ, ഇപ്പോ 2 തിമോത്തി 3:16 ഇപ്രകാരം വാക്കുണ്ട്, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്, ടു ബി കംപ്ലീറ്റ് ദ ഹോൾ, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ വൺസ് ഒരാൾ ബോണഗെയിൻ ആയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്താലാണ് മനസ്സ് പുതുക്കി ആ ഒരു ശാസനത്തിന്, ഗുണീകരണം, നീതീകരണത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. ദൈവത്തിന്റെ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ, അപ്പൊ ആ ദൈവത്തിന്റെ ശ്വാസമായി വചനം. അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ സോളിഷ്ടത്തിൽ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ നടക്കേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം. ദാറ്റ്സ് ലൈഫ് ലോങ് പ്രോസസ്. എന്നിട്ട് ഇതിന്റെ അവസാനമാണ് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. അപ്പോൾ ആ ഓർഡർ തന്നെ തെസ്സലോനിക്കയിൽ പറഞ്ഞിരിക്കുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ ഒരു ഓർഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമുക്കിതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. തീർച്ചയായിട്ടും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കാം. സൃഷ്ടിയുടെ ഭാഗം മാത്രമേ നമ്മൾ ടച്ച് ചെയ്തുള്ളൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.